ഇന്നത്തെ പ്രധാന വാർത്തകൾ മലയാള മനോരമ. വായിക്കുന്നത് വികാസ് ആന്റണി. അപ്പോൾ ആദ്യത്തെ പേജിൽ ഓണം മൈജി ഓണം മാസ് ഓണം മൈജി ഫ്യൂച്ചറിന്റെ പരിചയമാണ്. അപ്പോൾ ഓഫറുകളുണ്ട്, ആവശ്യക്കാർ മേടിക്കുക. അടുത്ത പേജിലേക്ക് പോകാം. GST ഇനി രണ്ട് സ്ലാബുകൾ മാത്രം. നികുതി കുറയും വിലയിൽ 12%, 28% സ്ലാബുകൾ ഒഴിവാകും. ഇനി 5%, 18% മാത്രം. പുതിയ നികുതി ഘടന ഒക്ടോബറോടെ. ന്യൂഡൽഹി. സാധാരണക്കാരുടെ നികുതി ഭാരം വൻതോതിൽ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ GST നികുതി ഘടന അടിമുടി മാറ്റുന്നു. 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള 4 നികുതി സ്ലാബുകൾ 5%, 18% എന്നിങ്ങനെ രണ്ടാക്കി കുറയ്ക്കും. 12%, 28% പൂർണ്ണമായും ഇല്ലാതാകും. നികുതി കുറയുന്നതോടെ വിലയും വൻതോതിൽ കുറയും. ദീപാവലി സമാനമായിട്ടാകും പരിഷ്കരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. അടുത്ത ദിവസത്തേക്ക് പോകാം. മെസ്സി ഇന്ത്യയിലെത്തും, വരുമോ ക്രിസ്ത്യാനോ? ന്യൂഡൽഹി. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനം പ്രഖ്യാപനത്തിലൊതുങ്ങുമ്പോൾ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് അന്തിമ അനുമതി. ഈ വർഷം ഡിസംബറിൽ കൊൽക്കത്ത, അഹമ്മദാബാദ്, മുംബൈ, ഡൽഹി നഗരങ്ങളിൽ മെസ്സിയുടെ പര്യടനത്തിന് അനുമതി ലഭിച്ചെന്ന് ഇവന്റ് പ്രൊമോട്ടർ ധ്രുവ് ദത്ത അറിയിച്ചു. ഡിസംബർ 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. ഇതിനിടെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്കായി ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇന്ത്യയിലെത്താനുള്ള സാധ്യത തെളിഞ്ഞു. AFC ചാമ്പ്യൻസ് ലീഗ് 2 ഗ്രൂപ്പ് സ്റ്റേജിൽ ക്രിസ്ത്യാനോയുടെ ടീമായി സൗദി ക്ലബ് അൽ നസറും FC ഗോവയും തമ്മിൽ ഒക്ടോബർ 22 ഗോവയിൽ മത്സരമുണ്ട്. പക്ഷേ ആ ടീമിൽ ക്രിസ്ത്യാനോ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. ക്ലബിന്റെ വിദേശ മത്സരങ്ങളിൽ കളിക്കുന്ന കാര്യം സ്വയം തീരുമാനിക്കാമെന്ന് വ്യവസ്ഥ പ്രകാരം വിട്ടുനിൽക്കുന്നതാണ് ക്രിസ്ത്യാനോയുടെ പതിവ്. അടുത്ത ന്യൂസിലേക്ക് പോകാം. നുഴഞ്ഞുകയറ്റം തടയാൻ ജനസംഖ്യാ ദൗത്യം. സ്വാതന്ത്ര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. ന്യൂഡൽഹി. നിയമവിരുദ്ധമായ നുഴഞ്ഞുകയറ്റം തടയാൻ ജനസംഖ്യാ ദൗത്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ് ഇതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിയത്. അടുത്ത ന്യൂസിലേക്ക് പോകാം. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. സമാധാനത്തിലേക്കുള്ള പാലം. ആങ്കേറിച്ച്, അലസ്ക, US. യുക്രൈനിനും ലോകത്തിനും സമാധാന പ്രതീക്ഷ പകർന്ന് US-ലെ അലസ്കയിൽ ട്രംപ് പുടിൻ ഉച്ചകോടി. 3.5 വർഷമായ തുടർന്ന് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം തേടിയാണ് അലാസ്കയിലെ ആങ്കേറിജിലുള്ള ജോയിന്റ് ബേസ് എൽമാൻഡോർഫ് റിച്ചർഡ് എൻസൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ചർച്ച നടത്തിയത്. അടുത്ത പേജിലേക്ക് പോകാം. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങി, മുളന്തുരുത്തി. അടുത്ത പേജിലേക്ക് പോകാം. പ്രൗഢഗംഭീരം സ്വാതന്ത്ര്യദിന പരേഡ്. മന്ത്രി P. രാജീവ് ദേശീയ പതാക ഉയർത്തി, കാക്കനാട്. അടുത്ത ന്യൂസിലേക്ക് പോകാം. എറണാകുളം അങ്കമാലി അതിരൂപത അന്മായ സിനഡിന് തുടക്കം, കൊച്ചി. അടുത്ത പേജിലേക്ക് പോകാം. കൊച്ചി വിമാനത്താവളം ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ കൗണ്ടറുകൾ തുറന്നു. ക്യൂ ഇല്ലാതെ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം. നെടുമ്പാശ്ശേരി. കൊച്ചി വിമാനത്താവളത്തിൽ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ രജിസ്ട്രേഷൻ കൗണ്ടറുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഇനി ക്യൂ ഇല്ലാതെ തന്നെ ഇമിഗ്രേഷൻ നടപടികൾ എളുപ്പം പൂർത്തിയാക്കാം. ഫാസ്റ്റ് ട്രാക്ക് ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിന്റെ ഭാഗമായാണ് കൊച്ചി വിമാനത്താവളത്തിലെ ഡിപ്പാർച്ചർ ടെർമിനലിൽ രജിസ്ട്രേഷൻ കിയോസ്കുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ രജിസ്റ്റർ ചെയ്യാനും ബയോമെട്രിക് വിവരങ്ങൾ നൽകാനും കഴിയും. അടുത്ത ന്യൂസിലേക്ക് പോകാം. IAS ബന്ധം. ജീവപര്യന്തം തടവ് 10 വർഷമായി കുറച്ചു. ഇളവ് നൽകിയത് പ്രതിയുടെ മാനസാന്തരത്തിനും പരിവർത്തനത്തിനുമുള്ള സാധ്യത കണക്കിലെടുത്ത്. കൊച്ചി. രാജ്യാന്തര ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്ന് പ്രവർത്തിച്ചതായി ആരോപിച്ചുള്ള UAPA കേസിൽ തൊടുപുഴ സ്വദേശി സുബഹാനി ഹാജയുടെ ജീവപര്യന്തം തടവ് ശിക്ഷ ഹൈക്കോടതി 10 വർഷമായി ഇളവ് ചെയ്തു. അടുത്ത പേജിലേക്ക് പോകാം. ലഹരിക്കെതിരെ മാരത്തൺ. സെന്റ് ഫിലോമിന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ മാരത്തൺ ഗ്രന്ഥകാരി ഡോക്ടർ സെൽവി സേവ്യർ ഫ്ലാഗ് ഓഫ് ചെയ്തു. അടുത്ത ന്യൂസിലേക്ക് പോകാം. പ്രവർത്തനോദ്ഘാടനം നടത്തി സഖ്യം ശാഖകൾ. മുപ്പത്തടം സെന്റ് ജോൺസ് ശാഖ, മുപ്പത്തടം. അടുത്ത പേജിലേക്ക് പോകും. ജമ്മു മേഘാവിസ്ഫോടനം. മരണം 60ആയി, 69 പേരെ കാണാനില്ല. മരണസംഖ്യ ഉയർന്നേക്കാമെന്ന് ആശങ്ക. ശ്രീനഗർ. ജമ്മു കാശ്മീരിൽ ജമ്മു ഡിവിഷനിലെ കിസ്താഡിൽ മേഘാവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 60ആയി. ഇതിൽ 2 പേർ CISF ഭടന്മാരാണ്.
100-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 69 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 160 പേരെ ഇതുവരെ രക്ഷിച്ചു. ഇതിൽ 38 പേരുടെ നില ഗുരുതരമാണ്. അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ HMDക്ക് 63.65 ലക്ഷം നഷ്ടമായി. മുംബൈയിലെ സ്വകാര്യ സ്ഥാപനത്തിനെതിരെ HMDക്ക് പോലീസിന് നൽകി. കളമശ്ശേരി ഡയറക്റ്റിംഗ് ഗിയർ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിലുണ്ടായ സാമ്പത്തിക ഇടപെടലുകളിൽ HMDക്ക് കളമശ്ശേരി യൂണിറ്റിന് 63.65 ലക്ഷം രൂപ നഷ്ടമായി. അടുത്ത ന്യൂസിലേക്ക് പോകാം. ഡോക്ടർ മരിച്ച നിലയിൽ പെരുമ്പാവൂർ. അടുത്ത ന്യൂസിലേക്ക് പോകാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പരിശീലന കേന്ദ്രം തുറന്നു കാക്കനാട്. അടുത്തതായി മരണക്കുളമാണ്. അടുത്ത പേജിലേക്ക് പോകാം. അടുത്തതായി സ്പോർട്സ് പേജാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണുമായി പ്രത്യേക അഭിമുഖം എന്ന് സ്വന്തം സഞ്ജു. അടുത്ത ന്യൂസിലേക്ക് പോകാം. വാ തലൈവ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ത്യയിലെത്തുമെന്ന് പ്രതീക്ഷയിൽ ആരാധകർ. കാലം കഴിഞ്ഞാൽ സമയം തെളിഞ്ഞാൽ ഗോവയിലെ സച്ചോർദ സ്റ്റേഡിയത്തിൽ ലോക ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ ക്രിസ്ത്യാനോ റൊണാൾഡോ പന്തു തട്ടും. AFC ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് 2 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ ക്രിസ്ത്യാനോ പ്രതിനിധീകരിക്കുന്ന സൗദി ക്ലബ് അൽ നസറും ISL ക്ലബ് FC ഗോവയും ഒരേ ഗ്രൂപ്പിൽ ഇടം പിടിച്ചതോടെയാണ് പോർച്ചുഗൽ താരത്തിന് ഇന്ത്യയിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. അടുത്ത ന്യൂസിലേക്ക് പോകാം. സെക്രട്ടറി 11 ജയം. രോഹൻ കുഞ്ഞുമൽ 60 റൺസ്, വിഷ്ണു വിനോദ് 69 റൺസ്, സഞ്ജു സാംസൺ 54 റൺസ് തിളങ്ങി. അടുത്ത ന്യൂസിലേക്ക് പോകാം. ISL പ്രതിസന്ധി കോടതിയിലേക്ക്. അടുത്ത ന്യൂസിലേക്ക് പോകാം. ഡിസംബറിൽ ഇന്ത്യയിൽ ഗോഡ് ടൂർ കൊൽക്കത്ത. ഡിസംബർ 12 മുതൽ 15 വരെ നീണ്ടു നിൽക്കുന്ന ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് സംഘാടകർ നൽകിയ പേര് ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ. അടുത്ത പേജിലേക്ക് പോകാം. സ്വർണം പവന് 74,240 രൂപ, ഗ്രാമിന് 9,280 രൂപ. അടുത്ത പേജിലേക്ക് പോകാം. വിജ്ഞാന സമൂഹത്തിനായി കേരളം നടപടിയെടുക്കുന്നില്ല. VD സതീശൻ, ആലുവ. ഇപ്പോൾ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.